ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സഞ്ജയുടെ സ്വഭാവം വെച്ച് അപകടം പിടിച്ച അന്വേഷണങ്ങൾ അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാ. അതുകൊണ്ട് അയാൾ മേനോന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ മേനോനെ കൊടുക്കുന്നത് വരെ പൂർണിമ ചേച്ചിയും മോളും സേഫായി ഇരിക്കാനാവും സഞ്ജയ് മനഃപൂർവ്വം അകന്നു നിൽക്കുന്നത്. വേണ്ട സഞ്ജയ്, ഇനി ഇത് ശരിയാവില്ല. ഇപ്പൊ എന്റെ മോക്ക് ഇത്ര നഷ്ടപ്പെട്ടുള്ളൂ. ഇനി അവളെങ്കിലും എനിക്ക് ജീവനോടെ വേണം. എനിക്ക് അവളെ ജീവനോടെ വേണം. ഞാൻ മോളെ സഞ്ജയ് അടുത്തുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. പ്ലീസ് പൂർണിമ, ഇനി സഞ്ജയ് ഞങ്ങളുടെ അടുത്ത് വേണ്ട. പൂർണിമ, ഞാനതിന് വേണ്ട സഞ്ജയ്. പൂർണിമ, മോളെ പൂർണിമ. വേണ്ട സഞ്ജയ്, കല്യാണത്തിന് മുമ്പ് ഞാനിത് സഞ്ജയോട് പറഞ്ഞതാ. പൂർണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അന്ന് ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന്. ഇനി നിങ്ങളുടെ കുഞ്ഞിന് ആപത്ത് വന്നത് അതും സഞ്ജയ് കാരണം. ഇവിടെ ഒരു ആർഗ്യുമെന്റിന് പോലും സ്ഥാനമല്ല. ഈ സംഭവത്തിന്റെ മുഴുവൻ കാരണക്കാരൻ സഞ്ജയ് മാത്രമാണ്. പൂർണിമ പറഞ്ഞാൽ ശരി, ഇനി അവരുടെ ജീവിതത്തിൽ നീ ഉണ്ടാവാൻ പാടില്ല. നീ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവള് പറഞ്ഞ നീ അനുസരിക്കണം. നീ അവരെ വിട്ട് പോണം. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് നോക്കിയോളാം, പ്ലീസ്. വേണ്ട, ഇപ്പൊ കാണാൻ നിൽക്കണ്ട. പ്ലീസ്, ഒരു പ്രാവശ്യം. സഞ്ജയ് ഓ, വെറുതെ എന്നെ കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കരുത്. ഓ സഞ്ജയ്, ഞാൻ എന്റെ മോളെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവർക്കിടയിൽ മറ്റു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. സഞ്ജയ് കൂടെ നിന്നാൽ അത് ധ്വനിമോൾക്കും പൂർണിമയ്ക്കും അപകടം വരുത്തുന്ന പല പ്രാവശ്യം അനുഭവം വന്നതോടെ പിരിയുന്നതാണ് നല്ലതെന്ന് തീരുമാനിക്കുകയായിരുന്നു. സഞ്ജയ് അപകടം പിടിച്ച അന്വേഷണങ്ങൾ അവസാനിപ്പിച്ച് ചാനലിലെ ഓഫീസ് ജോലിയിൽ ഇരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോഴും അവര് സന്തോഷായിട്ട് കഴിഞ്ഞേനെ. പക്ഷേ അന്ന് ഒരിക്കലും അങ്ങനെ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും അതവന്റെ സ്വഭാവത്തിന് ചേരില്ലെന്നും ഈ ജന്മം ഇങ്ങനെ ജീവിക്കാനാണ് തന്റെ വിധിയെന്നും സഞ്ജയ് തീർത്തു പറഞ്ഞു. ചിലർക്ക് അവരിഷ്ടപ്പെടുന്ന ജോലി മാത്രമേ ജീവിതത്തിൽ ചെയ്യാൻ കഴിയൂ. അവരുടെ പ്രകൃതം അങ്ങനെ ആയിരിക്കും. അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. കുടുംബത്തിനു വേണ്ടി ഇഷ്ടപ്പെടാത്ത ജോലികൾ ചെയ്യുന്ന മനുഷ്യരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ അങ്ങനെയാവാൻ സഞ്ജയ്ക്ക് ഒരിക്കലും പറ്റുമായിരുന്നില്ല. പാവം ധ്വനിമോളാ ഇതിനിടയിൽ പെട്ടുപോയത്. അവൾക്ക് അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടം,
അമ്മയും ഒരുപാട് ഇഷ്ടം. രണ്ടുപേരും ഒന്നിച്ച് അവളുടെ ഒപ്പം വേണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇനി നടക്കുമെന്ന് എനിക്കറിയില്ല. ഭഗവാൻ അതിനുള്ള അവസരം ഉണ്ടാക്കിയാൽ നല്ലതായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുതയാർന്ന താനെന്തോ ആലോചിക്കുന്നത്? അത് നമുക്ക് മേനോനെ കുറിച്ച് വിവരങ്ങൾ തരുന്ന ജേർണലിസ്റ്റിനെ എനിക്ക് മനസ്സിലായി കിരൺ. അത് സഞ്ജയ് തന്നെയാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? തനിക്ക് എങ്ങനെയാ അത് മനസ്സിലായത്? സഞ്ജയുടെ സ്വഭാവം വെച്ച് അപകടം പിടിച്ച അന്വേഷണങ്ങൾ അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാ. അതുകൊണ്ട് അയാൾ മേനോന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ മേനോനെ കൊടുക്കുന്നത് വരെ പൂർണിമ ചേച്ചിയും മോളും സേഫായി ഇരിക്കാനാവും സഞ്ജയ് മനഃപൂർവ്വം അകന്നു നിൽക്കുന്നത്. ശരിയാണ്, അതിനുള്ള സാധ്യതകളുണ്ട്. മേനോൻ പോലീസ് കസ്റ്റഡിയിലായാൽ സഞ്ജയും പൂർണിമേച്ചിയും ഒന്നിച്ചേക്കും. അതുടനെ സംഭവിക്കും കിരൺ. മേനോനെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കും. പൂർണിമേ, ആ എന്താ ചെറിയമ്മേ? പൃഥ്വിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ? ആ ഇനി അവൻ എങ്ങനെ വെറുതെ വിട്ടാ ശരിയാവോ? ചെറിയമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവന്റെ സ്വഭാവം പൂർണിമയ്ക്ക് അറിയാലോ. ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വം ഒന്നും കാണിക്കാതെ വെറുതെ ഒഴുക്കിനത്ത് പോകുന്ന സ്വഭാവമാ അവന്റെ. അതൊക്കെ ഒന്ന് മാറി ജീവിതം കുറച്ചുകൂടി സീരിയസ് ആയി കാണാനും നമ്മുടെ ബിസിനസ് ഒക്കെ അവനെ ഏൽപ്പിക്കാനും ഒക്കെ ആയിട്ടല്ലേ പൃഥ്വിയുടെ കല്യാണം തന്നെ നടത്തിയത്. ആ അതെ. എന്നിട്ട് ഇതുവരെ അവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നതായോ പൂർണിമ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതായോ കണ്ടില്ലല്ലോ. ചാനലിൽ പോകുന്ന കാര്യം ഞാൻ പൃഥ്വിയോട് കുറെ പ്രാവശ്യം പറഞ്ഞതാ ചെറിയമ്മേ. എപ്പോ പറഞ്ഞാലും പോവാന്ന് പറയും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഓഫീസിൽ ചെല്ലും. എല്ലാവരോടും കുറച്ചേരം സംസാരിക്കും, എന്നിട്ട് തിരിച്ചും വരും. അതെ, അതാ കുഴപ്പം. അവൻ അവിടെ വെറുതെ ചെന്നിരിക്കുന്നു എന്നൊരു തോന്നല് വരുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാര്യമായ ജോലി എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ എല്ലാ ദിവസവും പോകാനും ജോലി ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. നിന്റെ കാര്യമാണ് ഞാൻ പൂർണിമയോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ചാനലിൽ നീ ചെന്ന് വെറുതെ തല കാണിച്ചിട്ട് വരുന്ന പരിപാടി ഇനി വേണ്ട.